ഹായ്, എൻ്റെ പേര് വൃന്ദ. ഞാനിന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലിങ്ക്ഡിനിൽ ഓരോ ദിവസവും ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത് ജോബ് അന്വേഷിച്ച് UAE വരുന്നവരുടെന്ന്. അപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി എല്ലാവർക്കും കൊടുക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് ചില ദിവസങ്ങളിൽ 10 മെസ്സേജസ് വരെ വരാറുണ്ട്. ഓൺ ആൻ ആവറേജ് ഒരു മെസ്സേജ് എങ്കിലും ജോബ് അന്വേഷിച്ചുള്ള ആൾക്കാരുടെ എനിക്ക് വരാറുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, IT ജോബ് UAE കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ജോബ് കിട്ടാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് പേഷ്യൻസ് വേണം, പെർസിസ്റ്റൻസ് വേണം ടു ഗെറ്റ് എൻ ഇന്റർവ്യൂ കോൾ. ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ഇന്റർവ്യൂ കോൾ വരുന്നത് വളരെ കുറവാണ്. കാരണം ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് IT സെക്ടറിൽ ജോബ് കിട്ടാൻ. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ ജോബ് കിട്ടും എന്നുള്ളത്? അത് ചുമ്മാ പറ്റിക്കാൻ പറയണതാണ്. പിന്നെ IT ഓപ്പണിങ്സ് ഇവിടെ വളരെ കുറവാണ് കമ്പയർഡ് ടു ഇന്ത്യ. കാരണം IT കമ്പനീസ് കൂടുതലും ഇന്ത്യയിൽ നിന്ന് ആളുകളെ ഔട്ട്സോഴ്സ് ചെയ്യാണ്. ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള ലേബർ കിട്ടുന്ന കമ്പനീസിനെ. ഇപ്പൊ ഞാൻ പല MNCസിലെ HR സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത്, അവര് കൂടുതലും സെയിൽസ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിനെ മാത്രമേ ഇവിടെ UAE വെക്കുന്നുള്ളൂ. ഡെവലപ്പേഴ്സിനെയൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് അവർ നിർത്തുന്നത്. ഇപ്പോൾ ക്ലയന്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രമേ അവർ ഇവിടെ ഡെവലപ്പേഴ്സിനെ വെക്കുന്നുള്ളൂ. പിന്നെ ചില കമ്പനീസ് ഉണ്ട്, ലോക്കൽ കമ്പനീസ്, ദേ ഹാവ് ഡെവലപ്പർ ഓപ്പണിങ്സ്. പിന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് റെഫറൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് ഓൾറെഡി അവർ പറയാണ് ഇങ്ങോട്ട് വന്നാൽ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ചില കമ്പനീസിൽ സ്ട്രോങ് റെഫറൻസ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഇല്ലാതെ പോലും ജോലിക്ക് കയറിയ ആളുകളുണ്ട്. പിന്നെ ചിലവർ എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ കമ്പനീസിൽ ജോബ് റെഫറൽ ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ പോലും ഉണ്ട്, ഫ്രണ്ട് ആണോ, ഫാമിലി ആണോ, എക്സ് കൊളീഗ് ആണോ എന്നുള്ളത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ റെഫറൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ റെഫറൽ ബോണസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ റെഫർ ചെയ്യാൻ പറ്റില്ല. കാരണം റെഫർ ചെയ്യുമ്പോൾ അവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ IT ജോബ്സിന്റെ കാര്യത്തിൽ കണ്ടിരിക്കുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻസ് വളരെ അൺറിയലിസ്റ്റിക് ആണ്. അവർക്ക് എല്ലാം ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത്. ഇപ്പോൾ ഇന്റർവ്യൂസ് പോലും അറ്റ് ടൈംസ് അൺറിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ദേ ആസ്ക് ഫോർ എവറി സ്കിൽ സെറ്റ്സ്. ആൻഡ് ദെൻ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുക, എന്തൊക്കെ സ്കിൽ സെറ്റ് ആണ് നിങ്ങളുടെ ഒരു ഡൊമൈനിൽ അവർ ചോദിക്കണേ എന്നുള്ളത് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ നോക്കി അതൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റെഫറലിന്റെ കാര്യത്തിൽ അത് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇൻ കേസ് നിങ്ങളെ ഒരാൾ റെഫർ ചെയ്യാണ്, നിങ്ങൾ എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയേണ്ടത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾക്ക് റെഫർ ചെയ്യാനും ഒരു പേടി ഉണ്ടാവും. പിന്നെ റെഫറൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് 100% ജോബ് അഷുറൻസ് ഉണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് ജോബ് പോസ്റ്റ് ലിങ്ക്ഡിനിലും മറ്റ് ജോബ് ബോർഡ്സിലൊക്കെ കാണുമായിരിക്കും. പക്ഷെ എല്ലാം റിയൽ ആണെന്ന് വിചാരിക്കരുത്. ചില കമ്പനീസ് ജോബ് പോസ്റ്റ് ചെയ്യണത് അവരുടെ ഫോളോവേഴ്സിനെയും റീച്ചും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ HR പലരോടും സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ദുബായിലെ 85% ഹയറിങ്ങും റെഫറൽ ത്രൂ ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി റിയൽ ജോബ്സ് ആർ നോട്ട് ഇവൻ പോസ്റ്റഡ് ഓൺ ജോബ് ബോർഡ്സ്. പലതും നമ്മൾക്ക് കാണുന്നതിന് മുന്നേ തന്നെ അത് ഫില്ലായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ വേറൊരു കാര്യമാണ്, ഇവിടെ ഒരുപാട് ഫേക്ക് ഇന്റർവ്യൂ കോൾസും ഫേക്ക് ഇന്റർവ്യൂ ഇമെയിൽസും നിങ്ങൾക്ക് കിട്ടും. സോ ഒരു ഇന്റർവ്യൂ കോൾ കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു വെരിഫൈ ചെയ്യുക പോകുന്നതിന് മുന്നേ തന്നെ. ഒരുപാട് ഫേക്ക് റിക്രൂട്ടിംഗ് ഏജൻസീസ് ഉണ്ട്. ചിലവർ പൈസ ചോദിക്കും. അപ്പോൾ പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുക. കാരണം പൊതുവെ റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് കമ്പനീസ് ആണ് പൈസ കൊടുക്കുന്നത് ഇവിടെ. പിന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട് ജോബ് സീക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണത്. വളരെ കുറച്ച് സാലറി, ചിലവർ ഈവൻ വിത്തൗട്ട് ഗിവിങ് സാലറി പണിയെടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ സംടൈംസ് റിക്രൂട്ട്മെന്റ് ഏജൻസി നിങ്ങളുടെ ഹാഫ് ഓഫ് ദ സാലറി എടുക്കുന്ന കേസസും ഉണ്ട്. പിന്നെ ചില കമ്പനീസ് എന്താ പറയുക, വർക്ക് പെർമിറ്റ് ഇല്ലാതെ വിസിറ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ നിങ്ങളോട് പറയും. ആക്ച്വലി അത് ആസ് പെർ UAE ലോ അത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങാനും പിടിക്കപ്പെട്ട നിങ്ങൾക്ക് പിന്നീട് ദുബായിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വോളിയം ഈസ് ദ അതർ ഇഷ്യൂ. കാരണം ലോട്ട് ഓഫ് ജോബ് സീക്കേഴ്സ് ആർ ദർ. സോ ഈവൻ HR പല റെസ്യൂമേഴ്സിലേക്ക് ഓപ്പൺ ചെയ്യാൻ പോലുമുള്ള സമയം കിട്ടില്ല.
ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ 30 മിനിറ്റ്സിൽ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ 100+ അപ്ലിക്കൻസ് ഓൾറെഡി ആയിട്ടുണ്ടാവും. ചില വിസിറ്റ് വിസ ഹോൾഡേഴ്സിന് വളരെ ചെറിയൊരു സാലറിക്കൊക്കെ ജോയിൻ ചെയ്യേണ്ടി വരും ബിക്കോസ് ഓഫ് ഫിനാൻഷ്യൽ സ്ട്രെസ്. കാരണം ഇവിടേക്ക് വരുമ്പോൾ തന്നെ അവർ ലോൺ എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ UAE വരുന്നതിന് മുമ്പ് മാർക്കറ്റിനെ നന്നായി പഠിച്ചിട്ട് വരിക. ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി ലോൺ എടുക്കാതിരിക്കുക പ്രത്യേകിച്ച്. കാരണം കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ കാരണം ഇവിടെ ജോബ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. ഇപ്പൊ എനിക്കറിയാവുന്നവർ തന്നെ പലരും പലതവണ വിസിറ്റ് വിസ റിന്യൂ ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ആൻഡ് എക്സ്പെൻസസ് വളരെ കൂടുതലാണ് ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നിങ്ങളിപ്പോൾ ഒരു ഷെയർഡ് അക്കോമഡേഷൻ ആണ്, 8 പേര് താമസിക്കുന്ന ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ പോലും 500 AED ആണ് നിങ്ങളുടെ റെന്റ് ആയിട്ട് വരിക. പിന്നെ ഫുഡ് എക്സ്പെൻസസും വരുമ്പോൾ ഓൾമോസ്റ്റ് അറൌണ്ട് 400-500 AED. പിന്നെ ട്രാവലിങ്ങിന് വേറെ എക്സ്പെൻസസ് വരും. അപ്പോൾ ഓൾറെഡി UAE-യിലുള്ള ആരെങ്കിലുമായിട്ടൊന്ന് സംസാരിക്കുക എത്രയാണ് എക്സ്പെൻസസ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സേവിങ്സ് കയ്യിൽ എപ്പോഴും കരുതുക. പിന്നെ 2 മന്ത്സിനുള്ളിൽ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ചിലപ്പോൾ റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള പൈസയും ചിലപ്പോൾ നിങ്ങൾക്ക് കരുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കണം, ഒരു ലക്ക് പരീക്ഷിക്കണം, ഭാഗ്യ പരീക്ഷണത്തിന് വരണം എന്നുണ്ടെങ്കിൽ ലൈക്ക് യു ആർ ഓൾവേസ് വെൽക്കം. പക്ഷെ ഒരു കാര്യം റിമെമ്പർ ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് തന്നെ UAE ജോബ്സ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ചില നല്ല കമ്പനീസ് നിങ്ങളുടെ വിസ എക്സ്പെൻസസും ഫ്ലൈറ്റും എല്ലാം കവർ ചെയ്യും. പക്ഷെ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ 1-2 വർഷങ്ങളെടുക്കും. കൺസിസ്റ്റന്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് പിന്നെ ചില കമ്പനീസ് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെ പ്രിഫർ ചെയ്യും. ആൻഡ് സം കമ്പനീസ് ഓൾറെഡി ദുബായിലുള്ളവരെ പ്രിഫർ ചെയ്യും. അങ്ങനത്തെ കേസിലാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരിക. അല്ലാത്ത പല കമ്പനീസും ഓപ്പൺ ടു ഓൾ നാഷണാലിറ്റീസ്, ലൈക്ക് അവർക്ക് നമ്മൾ ദുബായിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് എടുക്കാൻ പ്രിപ്പയർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അപ്ലൈ ഫ്രം ദർ ഇറ്റ് സെൽഫ്. ഓൾസോ നിങ്ങൾ പെട്ടെന്ന് ഒരു കമ്പനിയിൽ ചാടിക്കേറി ജോയിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു ഒരു ഫെയർ എമൗണ്ട് ഓഫ് പേ ലഭിക്കണം. നിങ്ങൾക്ക് പാരിറ്റി ചെക്കറൊക്കെ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിയാൽ ഇവിടെ സെയിം ലൈഫ് സ്റ്റൈൽ ബാലൻസ് ചെയ്യാം എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പുതിയ പോളിസി ഓഫ് ഡൈവേഴ്സിറ്റി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ചില കമ്പനീസിന് ഇന്ത്യക്കാരെ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓൾറെഡി ലോട്ട് ഓഫ് ഇന്ത്യൻസ് ആർ ഓൾറെഡി ദർ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക.